ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡേ നമ്പർ 3 ആണെന്ന് തോന്നുന്നു. അതെ, ഡേ നമ്പർ 3 തന്നെയാണ്. എൻ്റെ പ്രോഗ്രാമാണിന്ന്. പിന്നെ ഈ തൊഴുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെയാണെന്ന്. പക്ഷേ എല്ലാവരുടെ ബാക്കിൽ നല്ല റൂമൊക്കെ ഉണ്ടായിരുന്നു, അവിടെയാണ് കിടന്നുറങ്ങിയത്. ഇതാണ് അതിന് ചുറ്റുമുള്ളൊരു ഓവറോൾ ആംബിയൻസ്. ഫുഡ് കഴിക്കാൻ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്നലെ അമ്പലമായിരുന്നു, ഇന്ന് നമ്മൾ വേറൊരമ്പലമാണ്. ഇന്ന് നമ്മൾ വേറെ ടീമാണ്, വേറെ ആൾക്കാരാണ്. എന്നെ യൂട്യൂബിലിടും. ഹായ് പറ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദസറയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ദസറ തുടങ്ങുന്നത് ആദ്യം എന്തെങ്കിലും ചെണ്ടയോ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വച്ചിട്ട് ദൈവങ്ങൾക്ക് അനുഗ്രഹം വരും. ഇവിടെ വ്രതം അനുഷ്ഠിക്കും എല്ലാവരും ഈ ദസറ ടൈമിൽ, നവരാത്രി ടൈമിൽ. അങ്ങനെ ഓരോരുത്തരുടെ ദേഹത്തും ഓരോ ദൈവമാണ്, വേഷം അനുസരിച്ച്. എല്ലാവരുടെ വിശ്വാസം ഭയങ്കര പ്യുവറും ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഇവിടെ ഉള്ളത്. എല്ലാവരും അത് ആസ്വദിക്കുന്നതായാലും നല്ല രീതിയിലാണ്, എല്ലാ കലയെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. കോപ്പിറൈറ്റും വീഡിയോയുടെ ലെന്തും കാരണം ഞാൻ എല്ലാ ഡാൻസും ആഡ് ചെയ്യുന്നില്ല. ഇതേപോലെ കുറച്ച് ക്ലിപ്പ് എല്ലാ ഡാൻസിൻ്റെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു, മാരിയമ്മ എന്നുള്ള ഒരു സോങ് ആയിരുന്നു, അതാണെന്ന് തോന്നുന്നു. ഇതാദ്യം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതേപോലെ പല പാട്ടിന് അവരുടെ സജഷൻസിൻ്റെ രീതിയിൽ നമ്മൾ ഡാൻസ് ചെയ്യണം. എല്ലാം സ്പോട്ട് കൊറിയോ ആണ്. ഒരുപാട് പേര് മലയാളിയാണോ എന്നൊക്കെ ചോദിച്ചു വന്ന് മിണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അമ്പലത്തിൽ വന്നിട്ട് ദൈവത്തിന് അനുഗ്രഹം വന്നായിരുന്നു. ഇവിടെ ഡാൻസ് ഇല്ലായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുറേ വീട്ടിൽ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറല്ല, ജസ്റ്റ് അല്ലാതെ ഡാൻസൊക്കെ കളിക്കുന്ന ആളായതുകൊണ്ട് ഒത്തിരി നേരമൊക്കെ കളിക്കുമ്പോൾ എനിക്ക് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു. പിന്നെ ഇവിടെ നമ്മളുടെ അവിടുത്തെ പോലെ ഫ്ലോട്ടും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ ചെണ്ടമേളവും ഡാൻസും അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ്. എനിക്കിതിവിടെ കിട്ടിയ ഫ്രണ്ട്സാണ്. എല്ലാ വീട്ടിലും ഡാൻസൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ വീട്ടിൽ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തോന്നുന്നത് ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 6 പേരെ ഉണ്ടായിരുന്നതുകൊണ്ട് ടയേർഡ് ആയാലും മാക്സിമം നമ്മൾ നിന്ന് കളിക്കണം. ഒളിച്ചിരിക്കുന്ന ടീംസാണ് ഇതൊക്കെ, തളർന്ന്. ഇത് കുമ്പിടി 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 ഇത് പല ദസറ ടീമും തമ്മിൽ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് നമ്മളുടെ കൂടെ ഉള്ളതാണ്, പക്ഷേ ബാക്കിൽ വേറെ ആൾക്കാരുടെ ദസറ ഉണ്ടായിരുന്നു. ഇതൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ഒന്നല്ല 2 വീട്ടിലുണ്ടായിരുന്നു. മൊത്തം 4 പാട്ടിനെന്തോ ഇവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രവീണ ചേച്ചി. ഇനി ഞാൻ ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബാക്കി ഇനി 4 പേരാണുള്ളത്. ഈ 2 ചേട്ടന്മാര്, എൻ്റെ യൂട്യൂബ് ചാനൽ. പിന്നെ ഈ ഒരു ചേച്ചി ഷാലു, പിന്നെ നമ്മുടെ മാസ്റ്റർ. ഇതായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നുള്ള ലാസ്റ്റ് ഡാൻസ്, വാത്തിയായിരുന്നു. ഇത് പിന്നെ അത്യാവശ്യം നമ്മൾ സ്പോട്ട് ചെയ്ത് അവർക്ക് കൊറിയോ അറിയാം. അപ്പോൾ അവരെ നോക്കി പഠിച്ചിപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും അറിയാം വാത്തിയുടെ കൊറിയോ. പിന്നെ ഇത് മുറി വന്നിരുന്ന് സ്നാക്സ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വന്നു. ഞാൻ ഡ്രസ്സ് മാറ്റിയായിരുന്നു, കാരണം ഇനി ഉച്ച കഴിഞ്ഞ് വെയിലില്ലല്ലോ. അപ്പം ഞാൻ സ്ലീവ്ലെസ് എടുത്തിട്ടു, രാവിലെ സ്ലീവ് ഉള്ളത് എടുത്തിട്ടു. ഇവിടെ ഭയങ്കര ചൂടാണ്, അപ്പോൾ നമ്മൾ സ്ലീവ് ഉള്ളതും കൂടെ ഇടുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീടായിരുന്നു ഇത്.
പിന്നെ ഇത് അവിടെ നമ്മൾ നിൽക്കുന്ന വീട്ടിലെ ചേട്ടൻ്റെ മൊബൈൽ കടയാണ്. അതിൻ്റെ അവിടെ നിന്ന് അടുത്തതായിരുന്നു ചായ പിടിച്ചിരുന്നത്. ഇത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ദസറ ഇതായിരുന്നു. ഇവിടെ നമ്മൾ വാത്തി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓരോരുത്തർക്കും അനുഗ്രഹം വരുന്നതാണ്. ഇതായിരുന്നു ഡാൻസ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. കാരണം ഇതൊരു വേറൊരു സ്റ്റൈലാണ്, ഞാൻ ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള ടൈപ്പ് ഒരു സ്റ്റൈലാണ്. ഇത് വാത്തി, വീണ്ടും വാത്തി കളിക്കാൻ നല്ല രസമാണ്. കാരണം എല്ലാവർക്കും കുറേ അറിയാം, അപ്പോൾ പെട്ടെന്ന് അങ്ങത് കഴിയും. അപ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഇതൊരു കാർഡാണ്. അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ക്ലിപ്പ് എടുത്തതാണ്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കാല് മുറിഞ്ഞായിരുന്നു. അത് പക്ഷേ വേറെ ഫോണിലാണുള്ളത്. ഇതൊരു ഗ്രാമമാണ്, നല്ല ഗ്രാമമാണ്, നല്ല ഉള്ളിലോട്ടുള്ള ഗ്രാമമാണ്. അവിടെ വെച്ച് നല്ല രാത്രി എല്ലാ വീട്ടിലും കളിച്ച് നല്ല തളർന്നു. ഒരുപാട് വീട്ടിൽ അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 പാർട്ടി കൂടുതൽ നമ്മൾ കളിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയ വെയിലത്ത് അത്രയും പാട്ടിന് നമ്മളൊന്ന് ഡാൻസ് കളിക്കുന്ന ഒരവസ്ഥ, അയ്യോ ആലോചിക്കാൻ പറ്റത്തില്ല. അങ്ങനെ രാത്രി 2 മണിയായപ്പോൾ റൂമിൽ എത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നാളെ നമുക്ക് നാളത്തെ ദിവസത്തേത് കാണാം. ടാറ്റാ.